ഗസയിലും ലെബനനിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവ് സലാ അൽ ബർദവിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയ്ക്കെതിരെയും ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത്. ഗാസയിലും ലെബനനിലും ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. ആക്രമണത്തിൽ ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവ് കൊല്ലപ്പെട്ടു. സലാ അൽ ബർദവിൽ ആണ് കൊല്ലപ്പെട്ടത്. ഗാസയിലെ ഖാൻ യൂനിസിലാണ് ശക്തമായ ആക്രമണം നടന്നത്. സലാ അൽ ബർദവിലിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാക്കളായ ഇസാം അദലീസും അബു വത്ഫയും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ലെബനനിലും അതിശക്തമായ ആക്രമണം ഇസ്രയേൽ തുടരുകയാണ്. 8 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലെബനനിൽ നിന്നും ഇസ്രയേലിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് സൈനിക നടപടി. ഹിസ്ബുള്ളയുടെ സൈനിക താവളങ്ങളും ആയുധശേഖരങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. വടക്കൻ ഇസ്രയേൽ നഗരമായ മെറ്റുലയിലേക്ക് ഹിസ്ബുള്ള വർഷിച്ച റോക്കറ്റുകൾ സേന നിർവീര്യമാക്കി. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുമെന്ന ലെബനന്റെ വാഗ്ദാനം നടപ്പാകുന്നില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.